വെൽക്കം ടു പെൻഡാഡ്. എൻ്റെ പേര് അനൂപ്. ഇന്ന് എൻ്റെ ഇപ്പോൾ ഉള്ളത് അഭിശങ്കർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളത് അൾട്രാ HNA ക്ലയൻസ് കുറേ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഇവരുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഇവർ കൂടുതലും റിയൽ എസ്റ്റേറ്റിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ അലോക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത്, അൾട്രാ HNAസിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഈ ഇൻവെസ്റ്റ്മെന്റ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മൾട്ടി അസറ്റ്, പല അസറ്റ് കാറ്റഗറികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കണം, തീർച്ചയായിട്ടും ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ബാങ്ക് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും, ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും, പിന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനത്തെ ഉള്ള, പിന്നെ കമ്മോഡിറ്റി, ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഇപ്പോൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഒരു പോസിറ്റീവ് ഇതിൽ കിട്ടുന്നതുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഇത്തിരി ഡൗൺ ആണ്. അപ്പോൾ മുമ്പ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയിരുന്ന പോലത്തെ ഒരു അപ്രിസിയേഷൻ ഇപ്പൊ കിട്ടുന്നില്ല. പിന്നെ കുറെ ഇതിൽ സംഭവിച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ചില ടൈമിൽ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്, അതിൽ നിന്നൊരു ഇൻകം വരുന്നില്ല. ചില കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസോ അങ്ങനെയുള്ളതിലൊക്കെ ഇതിന് നേരെ തിരിച്ച് നടക്കുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്, ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ചില ടൈമിലൊക്കെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് മേടിക്കുന്നു, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു ലോൺ എടുത്തിട്ട് ഫ്ലാറ്റ് മേടിക്കും. ഈ ഫ്ലാറ്റ് ഇവരതായി കഴിയുമ്പോൾ ഒരു റെന്റിന് കൊടുക്കുന്നു. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ റെന്റ് കിട്ടുന്ന എമൗണ്ടിനെക്കാട്ടിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും EMI അടയ്ക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ മെയിൻ്റെനൻസ് ചെലവുകൾ കാര്യങ്ങൾ വേറെയും വരും. അപ്പൊ നിങ്ങളൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ഒരു ടൈം ഫ്രെയിമിൽ അടച്ചൊരു തുക, EMI ആയിട്ട് അടച്ച തുകയും ഈ മെയിൻ്റെനൻസിന്റെ തുകയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഈ ഫ്ലാറ്റിന് അത്ര ഒരു അപ്രിസിയേഷൻ കിട്ടിയോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒരു അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു വാല്യൂ, നിങ്ങൾക്കൊരു റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇതുകൾ ചെയ്യണം. ഇപ്പൊ പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ തന്നെ നമുക്ക് പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പ്രശ്നം വെച്ചാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡ്രോബാക്കും ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് വേറെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ. അപ്പൊ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ സ്റ്റോക്സ് മേടിക്കാം, ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നില്ല, എപ്പോഴാണെങ്കിലും ചെയ്യാം. പിന്നെ ഈ മെയിൻ്റനൻസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓൺ ആൻ ആവറേജ് ഇയർലി ഒരു ഇൻകം പ്ലസ് ഒരു അപ്രിസിയേഷൻ നോക്കി കഴിഞ്ഞാൽ 10 to 12% വരെ കിട്ടുന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഒരു എങ്ങനെ പോയാലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ച് തലവേദനയും കൂടെ ഒഴിവാക്കാനും പറ്റും. അതെ, ആ ഒരു രീതിയിൽ ചെയ്തു പോകുന്നത് നല്ലതാണ്. പിന്നെ ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇൻവെസ്റ്റ്മെന്റ്സുകൾ നടത്തുന്നത് എന്ത് പർപ്പസിനാണ്, നമ്മുടെ ഗോള് മനസ്സിലാക്കിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കുക. ഒരു വളരെ കുറച്ചൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇതിലേക്കൊക്കെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ അലോക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ.